ഇറാനിലെ പരമോന്നത നേതാവായി ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്നത് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. കേൾക്കുമ്പോൾ തന്നെ ചിരി വരുന്ന ഈ ഒരു കാര്യം നമ്മൾ മലയാളികൾ സോഷ്യൽ മീഡിയയിൽ പടച്ചുവിട്ട ട്രോളൊന്നുമല്ല, സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് തന്നെ അവകാശപ്പെടുന്ന ഒരു കാര്യമാണ്. അതെ, ആയത്തുള്ള അലി ഖമേനിയുടെ പകരക്കാരനാകാൻ ഇറാൻ തന്നെ ക്ഷണിച്ചു എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ ലോകത്തോട് പറയുന്നത്. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു ഫണ്ട് ശേഖരണ പരിപാടിക്കിടയിലാണ് ട്രംപ് ഈ വമ്പൻ തള്ള് നടത്തിയിരിക്കുന്നത്. ചരിത്രത്തിൽ തന്നെ തന്നെക്കാൾ കുറഞ്ഞ താല്പര്യത്തോടെ ഇറാന്റെ നേതൃസ്ഥാനം നോക്കിക്കാണുന്ന മറ്റൊരു ഭരണത്തലവൻ ഉണ്ടാകില്ല എന്ന് വളരെ പുച്ഛിച്ചുകൊണ്ടാണ് ട്രംപ് ഈ ഒരു പ്രസ്താവന നടത്തിയത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: അവർക്ക് എന്നെ അടുത്ത സുപ്രീം ലീഡർ ആക്കണമെന്നാണ് ആഗ്രഹം, പക്ഷെ ഞാൻ പറഞ്ഞു നന്ദിയുണ്ട്, എനിക്ക് ഈ പണി വേണ്ട. ഇത് കേട്ടതോടെ ട്രംപിന്റെ അനുയായികൾക്കും ആവേശമായി. അവർ കൈയടികൾ കൊണ്ട് അവിടെ സദസ്സ് നിറച്ചു. എന്നാൽ കഥ അവിടെയും തീർന്നില്ല. അമേരിക്ക മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം വലിയൊരു വിജയത്തിലേക്ക് കുതിക്കുകയാണെന്നും തിരശീലയ്ക്ക് പിന്നിൽ സജീവമായി ചർച്ചകൾ ഉണ്ടെന്നുമാണ് ട്രംപിന്റെ അടുത്ത അവകാശവാദം. ഇറാന് എത്രയും വേഗം ഒരു വെടിനിർത്തൽ വേണമെന്നുണ്ട്. എന്നാൽ സ്വന്തം ജനങ്ങൾ അവരെ വകവരുത്തുമോ എന്ന ഭയവും ഒപ്പം അമേരിക്കയോടുള്ള പേടിയും കാരണമാണ് അവർ ഈ കാര്യം പുറത്തു പറയാത്തത് എന്നും ട്രംപ് വേദിയിൽ കൂട്ടിച്ചേർത്തു. എന്നാൽ നമ്പൂതിരിയുടെ ഫലിതങ്ങളെ വെല്ലുന്ന ഈ പ്രസംഗം കേട്ട് ഇറാൻ ഭരണകൂടം തന്നെ ശരിക്കും ഞെട്ടിയിരിക്കുകയാണ്. സ്വാഭാവികമായും ട്രംപിന്റെ ഈ അവകാശവാദങ്ങളെല്ലാം ഇറാൻ പാടെ തള്ളിക്കളഞ്ഞു. അമേരിക്കയുമായി ഇപ്പോൾ യാതൊരുവിധ ചർച്ചകളും നടക്കുന്നില്ല എന്ന് അവർ ഔദ്യോഗികമായി തന്നെ വ്യക്തമാക്കി. അതായത് സുപ്രീം ലീഡർ പോസ്റ്റ് വാഗ്ദാനം ചെയ്തു എന്നതൊക്കെ ഒരു വൺ സൈഡ് പ്രേമം പോലെ ട്രംപ് മാത്രം അറിഞ്ഞ ഒരു കാര്യമാണെന്ന് ചുരുക്കം. രാഷ്ട്രീയത്തിൽ എന്തും പറയാം, എന്ത് അവകാശവാദം വേണോ തള്ളിമറിക്കാം. പക്ഷേ കേൾവിക്കാർക്ക് സാമാന്യ ബുദ്ധി ഉണ്ടെന്ന് ഓർക്കുന്നത് എപ്പോഴും നല്ലതാണ്. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ പുതിയ വെളിപ്പെടുത്തൽ എന്തായാലും ലോകമെങ്ങും വലിയ ചിരിയാണ് പടർത്തുന്നത്. എന്തൊക്കെയായാലും ഒരു കാര്യം ഉറപ്പാണ്, തൽക്കാലം ഇറാന്റെ പരമോന്നത നേതാവിന്റെ കസേരയ്ക്ക് ട്രംപിൽ നിന്ന് യാതൊരു ഭീഷണിയുമില്ല. ജസ്റ്റിസ് കേരളം.